എല്ലാവർക്കും വളരെ നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ജീസ് പാഷൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതവസരത്തിനും യോജിക്കുന്നതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ സേമിയ പായസമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്: നെയ്യ് 2 ടേബിൾ സ്പൂൺ, പിന്നെ വെർമിസെല്ലി, റോസ്റ്റഡ് വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത് 1 കപ്പ്, പാല് 750 ml, പഞ്ചസാര 6 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, കശുവണ്ടി, മുന്തിരി, ഉണക്കമുന്തിരി ആവശ്യത്തിന്. ഒരു പാൻ മീഡിയം ഹീറ്റിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് നെയ്യ് ഉരുകിയതിന് ശേഷം അതിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. കശുവണ്ടിയും ഉണക്കമുന്തിരിയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കൂടുതലോ കുറവോ താല്പര്യം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. കശുവണ്ടി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുക്കുക. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് സേമിയ ചേർക്കണം. ഇത് നേരത്തെ തന്നെ വറുത്തതാണ്, അതുകൊണ്ട് നെയ്യിൽ അധികം വറുക്കേണ്ട ആവശ്യമില്ല. വറുത്തതല്ലെങ്കിൽ നെയ്യിലിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പാലൊഴിക്കാൻ പോകണം. 3 കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത്. 250 ml കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് സേമിയയ്ക്കും പാലിനും. ഈ അളവിലെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് ആവശ്യത്തിന് വേണ്ട പായസം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ അളവ് കുറയ്ക്കണം. ഇനി പാലിൽ സേമിയ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അത് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് അടപ്പ് മാറ്റാൻ ശ്രദ്ധിച്ചു വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതാണ്. അടപ്പ് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഒരു 2 മിനിറ്റോളം വെന്ത് തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയ്ക്കൊന്നും വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഏകദേശം 2 മിനിറ്റോളം വെന്തു. അതിനുശേഷം നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ പോകണം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പഞ്ചസാര കൂടുതലോ കുറവോ അവരവരുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കുറുകിയ പരുവത്തിലാണ് ഇരിക്കുന്നത്. അതിൽ ഇത്രയും കുറുകിയത് താല്പര്യം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ പാല് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അതനുസരിച്ച് പഞ്ചസാരയും ചേർക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇതിപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ വെന്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വീണ്ടും കുറച്ചുകൂടെ കുറുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാല് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് സേമിയ പായസം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.